അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത തസ്കിയത്തുൽ വിൽദാനിന്റെ 5ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ അഥവാ തിരുകേശം, വിയർപ്പ് തുടങ്ങിയ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കൽ ഇസ്ലാം അനുവദിച്ചതാണ്. വളരെ പുണ്യമുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. തെളിവ് സഹിതമാണ് ഈ പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത്തബറുക്കു ബി ആസാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പിലൂടെ പുണ്യം നേടൽ എന്നാണ് ഹെഡിങ്ങിന്റെ അർത്ഥം. നമുക്ക് വായിക്കാം. ഹലഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅറഹു ബിമിനൻ ഫി ഹജ്ജത്തുൽ വദാ. ഹജ്ജത്തുൽ വദാഇൽ മിനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം കളഞ്ഞു. ഫഅതാഹു അബാ തൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സേവ് ചെയ്തെടുത്ത ആ തിരുകേശം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് നൽകി. വഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് നീ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യൂ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാ അഖദ, അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് അല്പം എടുത്തു. വഅഅതാ മിൻഹു സൗജതഹു ഉമ്മു സലീം റളിയല്ലാഹു അൻഹ, തന്റെ ഭാര്യ ഉമ്മു സലീം റളിയല്ലാഹു അൻഹക്ക് അല്പം കൊടുത്തു. ഫജഅൽതുഹു ഫീ തീബിഹാ, മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ തന്റെ സുഗന്ധദ്രവ്യത്തിൽ അതിനെ ഉൾപ്പെടുത്തി. സുമ്മ അലാഫത് ഇലൈഹി, പിന്നീട് അതിലേക്ക് ചേർത്തു, മാ അഖൽതുഹു മിൻ അറഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിൽ നിന്ന് ശേഖരിച്ചത്. അഖൽതുഹു വഹുവ നായിമുൻ ഫീ ബൈതിഹാ, എപ്പോഴാണ് ശേഖരിച്ചിരുന്നത്? ഉമ്മു സലീം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരുന്നു ഇത് ശേഖരിച്ചത്. ഫബൈനമാ ഹിയ തഅഖുദുൽ അറഖ ഫീ ഖാറൂറത്തിൻ, മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ ഒരു കുപ്പിയിൽ നബി തങ്ങളുടെ വിയർപ്പ് ശേഖരിക്കുമ്പോൾ ഇസ്തൈഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, യാ ഉമ്മ സലീം, ഓ ഉമ്മു സലീം, മാ ഹാദല്ലദീ തസ്നഈൻ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖാലത് ഹാദാ അറഖുക, മഹദി പറഞ്ഞു, ഇത് അങ്ങയുടെ വിയർപ്പാണ്. നഹ്നു നജഅൽഹു ഫീ ഖീബിനാ, ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. വഹുവ മിൻ അത്യബ് തീബ്, തങ്ങളുടെ വിയർപ്പ് ഏറ്റവും സുഗന്ധമാണ്. നർജു ബർക്കതഹു ലിസ്ബിയാനിനാ, ഇതിനെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ബർക്കത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസബ്തി, അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ചെയ്തത് ശരിയാണ്. നോക്കൂ, ഈ ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ കൊണ്ട് ബർക്കത്തെടുക്കാനും അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. സുമ്മ ലമ്മാ ഹളറ ബന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൽ വഫാത്ത്, പിന്നീട് മഹദിയുടെ മകൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് മരണമാസന്നമായപ്പോൾ ഔസാ ഇലാ ഹഫീദിഹി, തന്റെ പേരക്കുട്ടിയോട് വസിയത്ത് ചെയ്തു, ഐ യുജഅല ഫീ ഹനൂതിഹി, തന്റെ ഹനൂത്തിൽ ചേർക്കാൻ. വസിയത്ത് എന്താണ്? ഹനൂത്ത് എന്ന് പറഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു തരം സുഗന്ധ വസ്തുവിനാണ് ഹനൂത്ത്. ആ ഹനൂത്തിൽ ചേർക്കാൻ വേണ്ടി തന്റെ പേരക്കുട്ടിയോട് അനസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു. ഷൈഉം മിൻ ദാലിക തീബ്, ഈ സുഗന്ധ വസ്തുവിൽ നിന്ന് അല്പം. ഫജഉല ഫീ ഹനൂതിഹി, പറഞ്ഞതുപോലെ തന്നെ തന്റെ ഹനൂത്തിൽ ആ സുഗന്ധത്തെ അതിൽ ചേർത്തപ്പെട്ടു. നോക്കൂ, നെക്സ്റ്റ് പേജ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദിലു സുഫൂഫൽ ജയ്ഷി ബിബദ്രിൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദ്ർ യുദ്ധത്തിലെ സൈന്യത്തിന്റെ സ്വഫുകളെ ശരിപ്പെടുത്തുമ്പോൾ
ഫറആ സവാദ ബന ഗസിയ മുഖദ്ദിമൻ മിൻ സഫിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫിൽ നിന്ന് അല്പം മുന്തിയിട്ടാണ് സവാദ് ബിൻ ഗസിയ നിൽക്കുന്നതായിട്ട് കണ്ടത്. ഫതഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖദ്ഹിഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അമ്പ് കൊണ്ട് അദ്ദേഹത്തെ കുത്തി ഫീ ബത്നിഹി, തന്റെ വയറിൽ. ഖായിലൻ എന്നിട്ട് പറഞ്ഞു, ഇസ്തഖിം യാ സവാദ്, ഓ സവാദ നേരെ നിൽക്കൂ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഔജഅതനി, എനിക്ക് വേദനിച്ചു. വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ലി, അങ്ങയെ അല്ലാഹു ഹക്ക് കൊണ്ടും നീതി കൊണ്ടും അയച്ചതല്ലയോ? അതുകൊണ്ട് ഫഅഖിദിനി, എനിക്ക് പ്രതികാരം നൽകാൻ അവസരം നൽകൂ നബിയെ. ഫകശഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബത്നിഹി ഖായിലൻ ഇസ്തഖിദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വയറ് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇസ്തഖിദ്, നീ പ്രതികാരം വെട്ടിക്കോളൂ. ഫഅതനകഹു സവാദുൻ, അപ്പോൾ സവാദ് മുത്തുനബിയെ കെട്ടിപ്പിടിച്ചു. വഖബ്ബല ബത്നഹു, മുത്തുനബിയുടെ വയറ് ചുംബിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹലറ മാ തറാ, അങ്ങെല്ലാം അറിയുന്നില്ലേ? ഫഅറത്തു അൻ യകൂന ആഖിറുൽ അഹദി ബിക അൻ യമസ്സ ജിൽദി ജിൽദക, അവസാനത്താഗ്രഹം എന്റെയും അങ്ങയുടെയും തൊലികൾ പരസ്പരം സ്പർശിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഫദഅ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈരിൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിനെ ഖൈർ കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, സവാദ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ പ്രതികാരത്തിന് വേണ്ടിയല്ല ആവശ്യപ്പെട്ടത്. തന്റെ തൊലികൾ തമ്മിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊലികൾ തമ്മിൽ നേരിട്ട് ചേർന്നാൽ ആ ഭാഗം നരകത്തിൽ കടക്കൂലല്ലോ, ആ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സവാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത് എന്ന് മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പൂർണ്ണമായ അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ കൊണ്ട്, തിരുശേഷിപ്പികളെ കൊണ്ട് ബർക്കത്തെടുക്കൽ ഇസ്ലാമികമാണ്, ഒരിക്കലും അനിസ്ലാമികമല്ല എന്നർത്ഥം. ഇനി നോക്കൂ, നെക്സ്റ്റ് പാരാഗ്രാഫില്, വഹാദ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഇത് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ്. ഖാൽ അഹ്ലിഹി ഇൻദ മൗതിഹി, താൻ മരിക്കുന്ന സമയത്ത് തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസാനി ഖമീസൻ, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുപ്പായം, ഒരു ഖമീസ് ധരിപ്പിച്ചിട്ടുണ്ട്. ഫറഫഅതുഹു, അതുകൊണ്ട് ഞാനിതെടുത്തു വെച്ചു. വഖലമ അദ്ഫാറഹു യൗമൻ, ഒരു ദിവസം നബി തങ്ങൾ നഖം വെട്ടി. ഫഅഖദ്തു ഖുലാമതഹു, അങ്ങനെ ആ നഖങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഫജഅൽതുഹാ ഫീ ഖാറൂറത്തിൻ, ഞാനതിനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഫൈദാ മിത്തു, ഞാൻ മരണപ്പെട്ടാൽ ഫഅൽബിസൂനി ദാലികൽ ഖമീസ്, ആ ഖമീസിനെ ധരിപ്പിക്കണം. വസ്ഹഖു തിൽകൽ ഖുലാമ, ആ നഖങ്ങൾ ആ ഖമീസിൽ വിതരണം ചെയ്യണം. വദുറുഹാ ഫീ ഐനയ്യ, അത് രണ്ട് എന്റെ കണ്ണുകളിലും വിതരണം ചെയ്യണം. വഫീ ഫമി, എന്റെ വായയിലും. ഫഅസല്ലാഹു അൻ യർഹമനി ബിബറകതിഹാ, അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എനിക്ക് റഹ്മത്ത് ചെയ്യും എന്ന് മുആവിയത്ത് അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതായിട്ടാണ് നാം കാണുന്നത്. വൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉഅതിയ സലാസ ശഅറാത്ത് മിൻ ശഅർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശങ്ങളിൽ നിന്ന് 3 കേശം കിട്ടി. ഫൗസാ ഇൻദ മൗതിഹി, താൻ മരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്തു. അൻ യുജഅല ലാ കുല്ലി ഐൻ ശഅറത്തുൻ, ഓരോ കണ്ണിലും ഓരോ ഷഅർ വീതം, ഓരോ തിരുകേശം വെക്കാനും. വശഅറത്തുൻ അലാ ലിസാനിഹി, ഒരു തിരുകേശം തന്റെ നാവിൽ വെക്കാനും വേണ്ടി കൽപ്പിച്ചു, വസിയത്ത് ചെയ്തു. ഫഫഇല ദാലിക ബഅദ മൗതിഹി,
അങ്ങനെ മഹാൻ മരണപ്പെട്ടതിന് ശേഷം വസിയത്ത് ചെയ്തതുപോലെ ചെയ്യപ്പെടുകയും ചെയ്തു. ഈ പാഠത്തിൽ നിന്ന്, ഈ ഹദീസിൽ നാം മനസ്സിലാക്കുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുശേഷിപ്പികൾ ബർക്കത്തെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, അംഗീകാരം കൊടുത്തിട്ടുണ്ട്, സ്വഹാബികളെ ചെയ്തിട്ടുമുണ്ട്. അല്ലാഹു തആല മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മയും നന്നാക്കി തരട്ടെ. ഇനി അടുത്ത പേജിൽ നോക്കൂ, അൽ മുലാഹലാത്തുൻ നഹ്വിയ, നഹ്വ് നിയമങ്ങളിൽ ഇഅ്റാബുൽ മുസന്ന, മുസന്നയുടെ ഇഅ്റാബാണ്. എന്താണ് മുസന്ന എന്ന് പറഞ്ഞാൽ? അൽ മുസന്ന മാ യദുല്ലു അലാ ഇസ്നൈനി, രണ്ടെണ്ണത്തിന്റെ മേലിൽ അറിയിക്കുന്നതാണ് മുസന്ന അഥവാ ദ്വിവചനം. അറബി ഭാഷ പ്രത്യേകതയാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നുള്ളത്. അപ്പോൾ മുഫ്രദ്, മുസന്ന, ജംഅ് ഈ പാഠത്തിൽ പറയുന്നത് മുസന്നയാണ്. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മുസന്നയാണ്. വറഫ്ഉൽ മുസന്ന ബിൽ അലിഫി, മുസന്നയുടെ റഫ് അലിഫ് കൊണ്ടാണ്, ലൊമ്മ കൊണ്ടല്ല, മറിച്ച് അലിഫ് കൊണ്ടാണ് മുസന്നയുടെ റഫ്. വനസ്ബുഹു വജറുഹു ബിൽ യാഇ, ഇതിന് നസ്ബും ജറും യാ കൊണ്ടാണ്. മുസന്നയുടെ ഇറാബാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറും നസ്ബും. അൽ അംസില, ഉദാഹരണങ്ങൾ നോക്കൂ. 1, ജാഅ റജുലാനി, രണ്ട് പുരുഷന്മാർ വന്നു. ഇവിടെ രണ്ടെണ്ണാണ്. റജുലാനി മുസന്നയാണ്. അർ റജുലാനി മർഫൂ ബിൽ അലിഫി, ഇവിടെ റജുലാനി എന്നുള്ളത് അലിഫ് കൊണ്ടാണ് റഫ്. രണ്ട് പുരുഷന്മാർ വന്നു. റജുലാനി ഫായില്, ജാഅ ഫീല്, റജുലാനി ഫായില്, ഫായിലിന്റെ ഇറാബ് റഫ്. എന്തുകൊണ്ട് റഫ്? അലിഫ് കൊണ്ട് റഫ്. 2, അക്രംതു റജുലൈനി, രണ്ട് പുരുഷന്മാർ ഞാൻ ബഹുമാനിച്ചു. ഇവിടെ യാ എന്നൊരു ഉദാഹരണമാണ്. അർ റജുലൈനി മൻസൂബ് ബിൽ യാഇ, ഇവിടെ റജുലൈനി എന്നുള്ള യാ കൊണ്ട് മൻസൂബാണ്. കാരണം എന്താ? അക്രംതു ഫീലി ഫായില്, അർ റജുലൈനി മഫ്ഊല്, മഫ്ഊൽ ഇറാബ് നസ്ബാണല്ലോ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നസ്ബ്? യാ കൊണ്ടാണ് നസ്ബ്. ഇനി 3, ഖദ്ദംതു തഅമ ലിർറജുലൈനി, ഞാൻ രണ്ട് പുരുഷന്മാർക്ക് ഭക്ഷണം കാണിച്ചു കൊടുത്തു. ഇവിടെ അർ റജുലൈനി മജ്റൂറും ബിൽ യാഇ, റജുലൈനി എന്നുള്ളത് യാ കൊണ്ടാണ് ജറ്. കാരണം എന്താ? ലിർറജുലൈനി ജറിന്റെ സ്ഥാനാണ്, ലാമജാറ്, റജുലൈനി മജ്റൂറ്, അതുകൊണ്ടാണ് ഇവിടെ യാ കൊണ്ട് ജറായത്. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. നഖറ, ഖസമ യഖ്സിമു, അദ്ദല യുഅദ്ദിലു, അലാഫ യുളീഫു, ഇസ്തഖാമ യസ്തഖീമു, ഇസ്തൈഖദ യസ്തൈഖിലു, ഔജഅ യൂജിഉ, സനഅ യസ്നഉ, അഖാദ യുഖീദു, റജാ യർജു, ഇസ്തഖാദ യസ്തഖീദു. നക്തുബുൽ മാന, അർത്ഥം ഇതാണ്. അറക്കുൻ വിയർപ്പ്, ഖാറൂറത്തുൻ കുപ്പി, തീബുൻ സുഗന്ധം, ഉലാമത്തുൻ നഖം, ഹഫീദുൻ പേരക്കുട്ടി, ഖിദ്ഹുൻ അമ്പ്. നക്തഫ ഷിയാഖ്, അടുത്തത് സന്ദർഭേതുക. 1, ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്യൂ. സന്ദർഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഇഖ്സിംഹു ബൈനന്നാസ് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മിനയിൽ വെച്ച് തന്റെ തിരികേശം കളഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹുവിന് കൊടുത്തിട്ട് പറഞ്ഞു, നീ അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യൂ. ഇനി 2, മാ ഹാദല്ലദീ തസ്നഈൻ, നീ എന്താണ് ചെയ്യുന്നത്? അതാരാ പറഞ്ഞു നോക്കൂ. ഉമ്മു സലീം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, നബി തങ്ങളുടെ വിയർപ്പ് കുപ്പയിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നു. എന്നിട്ട് ചോദിച്ചതാണ്, ഉമ്മു സലീം നീ എന്താണ് ചെയ്യുന്നത്? 3, അസബത്തി, നീ ചെയ്തത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വിയർപ്പ് ശേഖരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? മഹദി പറഞ്ഞു, അങ്ങയുടെ വിയർപ്പ് ഞാൻ സുഗന്ധത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി, സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശേഖരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് ബർക്കത്തിനെയും പ്രതീക്ഷിക്കുന്നു.
എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നീ ചെയ്ത് ശരിയാണ്. 4 ഇസ്തഖിം യാ സവാർ, ഓ സവാർ നേരെ നിൽക്കൂ. എന്താണ് സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ സൈന്യങ്ങളുടെ സൊഫുകളെ ശരിപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് അല്പം മുന്തി നിൽക്കുന്നതായി കണ്ടു. എന്നിട്ട് നബി തങ്ങൾ തന്റെ അമ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ വയറിൽ കുത്തിയിട്ട് പറഞ്ഞു, ഓ സവാദ് നീ നേരെ നിൽക്കൂ. 5 യാ റസൂലല്ലാഹ് ഹളറ മാ തറ ഫാറത്തു യകൂന ആഖിറുൽ അഹദി ബിക അൻ യമസ്സ ജിൽദി ജിൽദക. ഇതാര് പറഞ്ഞതാണ്? സവാദ് റളിയല്ലാഹു പറഞ്ഞാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ സൊഫുകളെ ശരിപ്പെടുത്തുമ്പോ സവാദ് റളിയല്ലാഹു അൻഹു മുന്തി നിൽക്കുന്നത് കണ്ടപ്പോ തന്റെ വയറിൽ കുത്തിയിട്ട് പറഞ്ഞു, നേരെ നിൽക്കൂ. അപ്പോ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അങ്ങയെ ഹക്ക് കൊണ്ടും നീതി കൊണ്ടും അല്ലാഹു അയച്ചതല്ലേ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വയറ് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവാദ് കെട്ടിപ്പിടിച്ച് വയറ്റിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞതാണ് അള്ളാഹുവിൻ. എന്നിട്ട് സവാദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവസാനത്തെ ആഗ്രഹം എന്റെയും അങ്ങയുടെയും തൊലികൾ പരസ്പരം സ്പർശിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് സാഹചര്യം. ഇനി 6 നോക്കൂ, ഫഅസല്ലാഹു യർഹംനി ബിബറകതിഹാ, അതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്തേക്കാം. ഇതാരാ പറഞ്ഞത്? മുആവിയ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു മരണസമയത്ത് തന്റെ കുടുംബക്കാരോട് പറഞ്ഞു, എന്നെ നബി തങ്ങൾ ഖമീസ് ധരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നബി തങ്ങളെ നഖം വെട്ടിയപ്പോൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ കുപ്പിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ആ ഖമീസ് ധരിപ്പിക്കുകയും നഖങ്ങൾ അതിൽ വിതറുകയും ചെയ്യണം. എന്നിട്ട് മുആവിയ ബിൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ റഹ്മത്ത് ചെയ്തേക്കാം. ഇനി അവസാനത്തെ പേജ് നോക്കൂ, അൽ വാജിബുൻ മൻസിൽ, ഹോംവർക്കാണ്. അഇദ്ദ 3 ജുമലിൻ തസ്തമിലിൽ ഊലാല മുസന്ന മർഫൂ വസാനിയത്ത് അല മുസന്ന മൻസൂബ് വസാലിസ് അല മുസന്ന മജ്റൂർ. അതായത് 3 ജുംല ഉണ്ടാക്കാൻ, 3 സെന്റൻസ്. 1ാമത്തെ സെന്റൻസ് ഏതായിരിക്കണം? റഫ് ചെയ്യപ്പെട്ട മുസന്നയായിരിക്കണം. 2ാമത് നസ്ബ് ചെയ്യപ്പെട്ട മുസന്നയായിരിക്കണം. 3ാമത്തെ ജർ ചെയ്യപ്പെട്ട മുസന്നയായിരിക്കണം. ഇങ്ങനെ 3 ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഈ ഹോംവർക്കിൽ പാഠത്തിൽ നിന്ന് 3 എണ്ണമാവാം. ജാഅ റജുലാനി, അക്രംതു റജുലൈനി, ഖദ്ദംതു തആമ ലിർറജുലൈനി എന്ന 3 ഉദാഹരണങ്ങൾ കൊടുക്കാവുന്നതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.